നമ്മളൊക്കെ ഒരു മുഖ്യമന്ത്രിയെ പ്രതീക്ഷിച്ചിരിക്കാൻ തുടങ്ങിയിട്ട് എത്രയോ ദിവസങ്ങളായി. ഒരാഴ്ച കഴിഞ്ഞു. 4-ാം തീയതി ഫലപ്രഖ്യാപനം വന്ന് വൈകാതെ തന്നെ ഒരു പുതിയ മുഖ്യമന്ത്രിയും മന്ത്രിസഭയും ഉണ്ടാകും എന്ന് നമ്മളൊക്കെ കാത്തിരുന്നു. ആ കാത്തിരിപ്പ് ഇങ്ങനെ നീണ്ടുപോവുകയാണ് അല്ലേ. ഒരു ഘടകകക്ഷികളെ പോലും വിലക്കെടുക്കാതെ ഒരു പാർട്ടി 71 സീറ്റ് മാത്രം വേണ്ടിടത്ത് 102 സീറ്റുകളുടെ മൃഗീയ ഭൂരിപക്ഷം കൊടുത്ത് കേരള ജനത വിജയിപ്പിച്ച ഒരു ഐക്യമുന്നണിയിലെ ഒരു പാർട്ടി, കോൺഗ്രസ് പാർട്ടി നടത്തുന്ന വിലപേശൽ രാഷ്ട്രീയം ഇന്നത്തെ കാലത്ത് ഏതൊരു രാഷ്ട്രീയക്കാരനെയും ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ളതാണ് അല്ലേ. ഹൈക്കമാൻഡ് എന്ന് പറയുന്ന ഒരു കമാൻഡ് ഓഫീസ് ഉണ്ടെന്ന് അവർ അവകാശപ്പെടുന്നു. അവിടെ ആർക്കാണ് കമാൻഡ് എന്ന് എന്നെപ്പോലെയുള്ളവർ ചിന്തിച്ചെന്നാൽ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ 63 കോൺഗ്രസ് MLA-മാർ കിഴങ്ങന്മാരും ഒന്നിനും കൊള്ളരുതാത്തവരുമായിട്ടാണോ കേന്ദ്രത്തിൽ നിന്ന് ഒരു MPയെയോ അതുപോലെയുള്ള ആരെയെങ്കിലും കെട്ടിയിറക്കണമെന്ന് ഈ പാർട്ടി ശാഠ്യം പിടിക്കുന്നത്? അപ്പോൾ ഈ 63 MLA-മാരുടെ ഗുണമെന്താണ്, ഗുണനിലവാരം എന്താണ്? കേന്ദ്രത്തിനല്ലേ, ഹൈക്കമാൻഡിന് ഇവരെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. ഇത്രയും ബാലിശമായിട്ട് ഒരു പാർട്ടി പ്രവർത്തിക്കുമ്പോൾ ജനാധിപത്യത്തെ കൊഞ്ഞനം കാട്ടുന്നതിന് സമാനമാണെന്ന് ഇവർ മറക്കരുത്. ഇവരൊക്കെ കരുതുന്ന പോലെ ഇവരുടെ വലിയ ബഹുമിടുക്കുകൊണ്ടോ വന്നു നടത്തിയ റോഡ് ഷോ കൊണ്ടോ ഒന്നും അല്ല കേരള ജനത ഇവരെയൊക്കെ എലക്ട് ചെയ്തതെന്ന് മറക്കരുത്. തല മറന്ന് എണ്ണ തേക്കരുത് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മുടെ തൊട്ടയൽവക്കത്തെ സംസ്ഥാനം തമിഴ്നാട്ടിലെ സിനിമയിൽ നിന്ന് വന്ന, സിനിമാ രംഗത്ത് നിന്ന് വന്ന സൂപ്പർ നായകൻ ജോസഫ് വിജയെ 108 സീറ്റ്, 118 സീറ്റ് വേണ്ടിടത്ത് വെറും 108 സീറ്റുമായിട്ട് ജയിച്ച് 24 മണിക്കൂറിനകം അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് ബാക്കി 9 മന്ത്രിമാരെയും കൂട്ടി പ്രതിജ്ഞയെടുത്ത് മന്ത്രിസഭ, അതായത് സർക്കാർ രൂപീകരിച്ചു. അപ്പം ഇവിടെ നടക്കുന്ന ഈ ചക്കളത്തിപ്പോരെ അധികാരത്തിൻ്റെ ഒരു കസേരയ്ക്ക് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടുകയും വളരെ മോശമായ, ഹീനമായ വിധത്തിൽ സ്വന്തം പാർട്ടി തന്നെ നടത്തുന്ന ഈ തല്ലുകൊള്ളിത്തരം, അതല്ലാതെ വേറെ എന്താ വിളിക്കുക, ജനങ്ങളെ ഇവർക്ക് തല്ലു കൊടുക്കേണ്ട വിധത്തിലുള്ള തല്ലുകൊള്ളിത്തരം നടത്തുന്ന ഈ പാർട്ടിക്ക് ലജ്ജ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്തെന്ന് പോലും അറിയാമോ എന്നെനിക്ക് സംശയമുണ്ട് അല്ലേ. എനിക്കിപ്പം കോൺഗ്രസിനോടോ ആരോടോ ഏതെങ്കിലും പാർട്ടിയോടോ പ്രത്യേക മമതയോ എതിർപ്പോ ഉണ്ടായിട്ടല്ല. ജനാധിപത്യത്തെ കൊഞ്ഞനം കുത്തുക, ജനാധിപത്യത്തിനെ മാനം കെടുത്തുക, നാണക്കെടുത്തുക, അത് കാണുമ്പോൾ അറിയാതെ പ്രതികരിച്ചു പോവുകയാണ്. ഇന്നിപ്പോഴേ ഈ പാർട്ടിയെക്കുറിച്ച് ഞാൻ കേൾക്കുന്നത്, പുറത്തിറങ്ങിയാൽ എല്ലാവരും പറയുന്നത് ഇത്രയും നാണം കെട്ട ഒരവസ്ഥയിലാണ് ഇവരെ ഒന്നും ഇനി ആരെങ്കിലും കേന്ദ്രത്തിൽ നിന്ന് ഇറക്കപ്പെട്ട MP ആയിട്ട് വന്ന് മുഖ്യമന്ത്രി ആയാൽ ആ സ്ഥലത്തെ MP സ്ഥാനത്തെയും തോപ്പിച്ച് കൈക്കൊടുക്കണം. MLA ആകാൻ നിൽക്കുന്ന മണ്ഡലത്തിൽ കെട്ടിവെച്ച കാശ് പോലും കിട്ടാത്ത വിധത്തിൽ ദയനീയമായിട്ട് പരാജയപ്പെടുത്തണമെന്ന് പറയുന്ന മനുഷ്യ ആശയങ്ങളാണ് ഞാൻ കേൾക്കുന്നത്. ഞാനും അതിനോട് യോജിക്കുകയാണ്. വെറുതെ എന്തിനാണ് ജനങ്ങളുടെ മേൽ, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മേൽ 2 ഇലക്ഷൻ ഉടനെ നടത്തിക്കൊണ്ട് ഒരു ഭീമമായ ചെലവ് വരുത്തുന്നു? ഇവർ ചെയ്യുന്ന അനീതി പൊറുക്കാനായിട്ട് ഒരു കേരള ജനതയും മനസ്സാക്ഷിയുള്ള ആരും തയ്യാറാവില്ല. മാത്രമല്ല, ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒരു പുതിയ സർക്കാർ രൂപീകരിക്കാൻ പറ്റാത്ത നാണം കെട്ട ഈ പാർട്ടിയെ, വേറെ ഒരു വാക്ക് ഉപയോഗിക്കാനില്ല, ഈ നാണം കെട്ട പാർട്ടിയെ ജനങ്ങൾ ഏത് വിധത്തിൽ കാണും?
തുടക്കത്തിലെ കല്ലല്ല കടിച്ചത്, വെറും കല്ലും ചെളിയും എന്തെല്ലാം പറയാം അതെല്ലാം കടിച്ച മനുഷ്യർ വെറുത്തു തുടങ്ങി എന്ന് മനസ്സിലാക്കാനുള്ള ബോധം തലയിൽ ഒന്നിനുമില്ലേ, കേന്ദ്രത്തിനുമില്ല, സ്റ്റേറ്റിലുമില്ലേ എന്ന് ചോദിക്കേണ്ടതായിട്ടുണ്ട്. ജനതയെ നാണം കെടുത്തിക്കൊണ്ട്, ജനാധിപത്യത്തെ തല്ലിക്കെടുത്തിക്കൊണ്ട് ഇവർ നടത്തുന്ന ഈ നാണം കെട്ട രാഷ്ട്രീയ കസേര മോഹം എന്ന് നിർത്തുന്നു, അന്ന് മാത്രമാണ് ഇവർക്ക് ജനങ്ങളുടെ വിശ്വാസ്യത തേടാനാവും. ഭരണ സംവിധാനങ്ങളൊക്കെ കുത്തഴിഞ്ഞു കിടക്കുന്നു. പണ്ട് അന്നത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു നമ്മുടെ ഖജനാവ് പെരിച്ചാഴിയും എലിയും ഒക്കെ പെറ്റ് കിടക്കുകയാണ്. ഇപ്പം അതല്ല, പെരിച്ചാഴി എലിയല്ല, എന്തെല്ലാം ജീവജാലം, പാമ്പും പഴുതാരയും തേളും എല്ലാം വന്നടിഞ്ഞു കിടക്കുകയാണ്. ഇവരുടെ കെടുകാര്യസ്ഥത, സ്വാർത്ഥ താല്പര്യവും അധികാരത്തോടുള്ള ദുർമോഹവും മൂലം അവിടെ എന്തൊക്കെയാണ് നടക്കുക? ഓഫീസുകളിൽ ഖജനാവ് മാത്രമല്ല, മന്ത്രിമാർ കയറി ഭരിക്കേണ്ട ഓഫീസുകളെല്ലാം കുത്തഴിഞ്ഞ് ഫയലുകൾ തന്നെ ഉണ്ടോ എന്ന് പോലും അറിയാത്ത വിധത്തിലേക്ക് പോവുകയാണ്. ഇതിന് ഇവർ ജനതയോട് മറുപടി പറഞ്ഞേ പറ്റൂ എന്നുള്ള തിരിച്ചറിവ് വിവേകമുള്ള ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിന് ഉണ്ടാകണം എന്ന് ജനത്തോടൊത്ത് പ്രാർത്ഥിക്കാനാണ് എനിക്കും ഇഷ്ടം. ഇതൊന്ന് മാറിക്കിട്ടണേ ഈ അവസ്ഥ എന്ന്, ഈ ദുരവസ്ഥയിൽ നിന്ന് കേരളത്തെയും മലയാള നാടിനെയും സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കല്ലാതെ മറ്റു വഴിയൊന്നും കാണുന്നില്ല.